ലോകത്തെവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവസരം കണ്ടെത്തി ശക്തമായ ആഘാതം സൃഷ്ടിച്ച് മുന്നേറുന്ന രാജ്യമാണ് റഷ്യ. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ ലോകമാധ്യമ ശ്രദ്ധ മുഴുവൻ ഖത്തറിനെയും ഇസ്രയേലിനെയും അമേരിക്കയും ചുറ്റിപ്പറ്റിയായിരുന്നു വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നത്. എന്നാൽ ഇതിനിടെ റഷ്യ ഒരു പണിയൊപ്പിച്ചു. ഉക്രൈനെ പല ദിക്കുകളിൽ നിന്നും ആക്രമിക്കുന്നതിന്റെ ഭാഗമായി നാറ്റോ അംഗരാജ്യമായ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഡ്രോണുകൾ തൊടുത്തുവിട്ടു എന്നതാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതും ഒന്നും രണ്ട് തവണയല്ല, 19 തവണയാണത്രേ പോളണ്ടിന്റെ വ്യോമാതിർത്തിയിലൂടെ റഷ്യൻ ഡ്രോണുകൾ പറന്ന് ഉക്രൈനെ ആക്രമിച്ചത്. വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി ഇപ്പോൾ പോളണ്ട് രംഗത്തെത്തുകയും നാറ്റോയോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ബ്രിട്ടീഷ്, പോളണ്ട് പ്രധാനമന്ത്രിമാർ ഇതേ തുടർന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോളണ്ട് അതിർത്തി കടന്നുള്ള റഷ്യൻ ഡ്രോണുകൾ നാറ്റോയുമായി ചേർന്ന് വെടിവെച്ചിട്ടതായി പോളണ്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. റഷ്യയുടേത് കൈവിട്ട കളിയാണെന്ന് ഉക്രൈനും പോളണ്ടും പറയുകയും ചെയ്തു. റഷ്യയുടെ സുഹൃത്ത് രാജ്യമായ ബലാറൂസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡ്രോണുകളാണ് വ്യോമ പരിധി ലംഘിച്ചതെന്ന് പോളണ്ട് പറയുമ്പോൾ റഷ്യക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. കഴമ്പില്ലാത്ത ആരോപണമെന്നും പോളണ്ടിനെ ആക്രമിക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്നുമാണ് പിന്നീട് റഷ്യ ഇതേ തുടർന്ന് വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ റഷ്യ തുടരുകയാണെന്ന് മാത്രമല്ല, അമേരിക്കയുമായി ചേർന്ന് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ലെന്ന സന്ദേശം നൽകുക കൂടിയാണ് റഷ്യ ചെയ്യുന്നത്. മുൻപ് USSRന്റെ ഭാഗമായിരുന്ന പോളണ്ട് ഇപ്പോൾ നാറ്റോ അംഗരാജ്യമാണ്. നാറ്റോ അംഗരാജ്യങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും എന്നതാണ് നാറ്റോയുടെ നിലപാട്. എന്നാൽ ഒഴുക്കൽ മട്ടിൽ റഷ്യ ഇപ്പോൾ മറുപടി നൽകിയെങ്കിലും ഇതൊരു സൂചനയും തുടക്കവുമാണെന്ന സന്ദേശം കൂടി റഷ്യ ഇതോടൊപ്പം നൽകുന്നുണ്ട്. അക്കാര്യം നാറ്റോക്കും അറിയാം. ഒരുപക്ഷെ റഷ്യയുമായി രഹസ്യ സൗഹൃദം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം നൽകിയേക്കില്ല എന്നും റഷ്യക്കറിയാം. യൂറോപ്പിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ യൂറോപ്യൻ യൂണിയനും അംഗരാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ തങ്ങൾ മാത്രം അസ്വസ്ഥരായി കഴിയേണ്ടി വരില്ലെന്ന കട്ടായം പറയുകയാണ് റഷ്യ. ഒരുപക്ഷെ പോളണ്ട് കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അത് യൂറോപ്പിനെ ഒന്നടങ്കം ബാധിക്കുകയും ചെയ്യും. ആ സൂചന നൽകുകയാണ് പുടിൻ ചെയ്യുന്നത്. ഈ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് നാറ്റോയുടെ പ്രതികരണം പിന്നീടുണ്ടായത്. നാറ്റോ മേഖലയിൽ അതിക്രമം കാണിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ബ്രിട്ടീഷ് ഡിഫൻസ് സെക്രട്ടറി ജോൺ ഹീലി, നാറ്റോയുടെ US അംബാസഡർ തുടങ്ങിയവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോളണ്ട് ഉൾപ്പെട്ട E5 രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും റഷ്യൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിഷേധത്തിനിടയിലും ഉക്രൈനിൽ ശക്തമായ ആക്രമണം തന്നെ നടത്തി മുന്നേറുകയാണ് റഷ്യ. Waytonikah.com, the exclusive Muslim matrimonial site.